When I ask questions about the self in my mind, no answers come. ആത്മവിചാരത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഉത്തരങ്ങളൊന്നും വരുന്നില്ല എന്നാണ് പറയുന്നത്. Intellectually I understand that the self is empty, but I don't know what more to do. ആത്മാവ് ശൂന്യമാണ് എന്ന് എനിക്ക് ബൗദ്ധികമായി അറിയാമെന്നാണ് പറയുന്നത്. ഇൻ്റലക്ച്വലി ഐ അണ്ടർസ്റ്റാൻഡ്, പക്ഷേ ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ആത്മാവ് ശൂന്യമാണ് എന്ന് ബൗദ്ധികമായി അറിയാമെന്ന് പറഞ്ഞു. ഇൻ്റലക്ച്വലി ഐ നോ ദറ്റ് ദി ആത്മ ഈസ് എംപ്റ്റി. ഇതാണ് ശരിക്കും ആദ്യമായിട്ട് തിരുത്തേണ്ട ഒരു ധാരണ. ആത്മാവ് ശൂന്യമാണോ? വേദാന്തം പറയുന്നത് ആത്മാവ് ശൂന്യമല്ല, പൂർണ്ണമാണ് എന്നാണ്. ഓക്കെ, സോ ആത്മാ ഈസ് നോട്ട് ശൂന്യ, ഇറ്റ് ഈസ് പൂർണ്ണ. അതിൻ്റെ സ്വരൂപം എന്താണ്? സത് ചിത് ആനന്ദ. സത്ത് എന്ന് പറഞ്ഞാൽ ഉണ്മയാണ്, ചിത്ത് എന്ന് പറഞ്ഞാൽ അറിവാണ്, നോളജാണ്, ആനന്ദ എന്ന് പറയുന്നത് അനുഭവമാണ്. സച്ചിത് ആനന്ദ. അപ്പോൾ ഉണ്മ, അറിവ്, ആനന്ദം, ഇതാണ് ശരിക്കും ആത്മാവ്. അപ്പോൾ അത് ഒന്നുമില്ലാത്ത ഒരു സംഗതിയല്ല, എല്ലാത്തിൻ്റെയും ഉറവിടമാണ് എന്ന് പറയേണ്ടി വരും. എല്ലാത്തിൻ്റെയും ഉറവിടമാണ്. ദാറ്റ് ഈസ് ഓൾ ദാറ്റ് എക്സിസ്റ്റ്സ്. ഒരു സിനിമാ തിയേറ്ററിൽ, ഈ ലോകം ഒരു സിനിമയാണെങ്കിൽ ആത്മാവ് എന്താണ്? അത് പ്രദർശിപ്പിക്കുന്ന സ്ക്രീനാണ്, വെള്ളത്തിരശ്ശീലയാണ്. അപ്പോൾ ഈ തിരശ്ശീലയിൽ സിനിമയിലെ കഥാപാത്രങ്ങളും സംഭവങ്ങളും ഒന്നുമില്ല, കാരണം ബ്ലാങ്കാണ്. അത് കാരണം നമ്മൾ പറയുന്നത് അത് ശൂന്യമാണ് എന്നല്ലേ. ബട്ട് ആക്ച്വലി അത് ശൂന്യമാണോ? അല്ല, കാരണം അവിടെ സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ ഒന്നുമില്ലാത്തത് കാരണം നമ്മൾ നമ്മുടെ ഭാഷയിൽ ശൂന്യമാണ് എന്ന് പറയും. ശരിക്കും ശൂന്യമല്ല. സിനിമയില്ല എന്ന് മാത്രമേ ഉള്ളൂ. സിനിമ തെളിയുമ്പോഴോ സിനിമയിലുള്ള ദൃശ്യങ്ങൾ പലതും കാണും. ഈ ദൃശ്യങ്ങളുടെ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, ആധാരമായിട്ടുള്ള സ്ക്രീനുണ്ടല്ലോ, ആ സ്ക്രീനിലാണ് ശരിക്കും എല്ലാം ഉള്ളത്. കാരണം ആ സ്ക്രീൻ ഇല്ലെങ്കിൽ ഈ സിനിമ ഇവിടെ ഇല്ല. ദർ ഇസ് നത്തിങ്. ദിസ് മൂവി ഈസ് ദെയർ ഓൺലി ബിക്കോസ് ഓഫ് ദ സ്ക്രീൻ. അപ്പോൾ ഞാൻ ആത്മാവിനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരങ്ങളൊന്നും വരുന്നില്ല എന്നാണ് പറയുന്നത് അല്ലേ. ഉത്തരം കിട്ടാത്തതല്ല ശരിക്കും ഇവിടെ പ്രശ്നം. പ്രശ്നം എന്താണ്? ചോദ്യം ചോദിക്കുന്ന ഞാനുണ്ടല്ലോ, ആ ഞാൻ ആരാണ് എന്ന് അന്വേഷിക്കാത്തത് കൊണ്ട് മാത്രമുള്ള വിഷയമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അവിടെ. അപ്പോൾ ഈ ഞാൻ എന്ന വസ്തുത അറിയാതെ നമുക്ക് ഉത്തരം ലഭിച്ചിട്ട് യാതൊരു കാര്യമില്ല. എന്തിനെക്കുറിച്ചായാലും ശരി, ഈ ഞാൻ എന്ന വസ്തുത നമ്മൾ ശരിക്കും പരിശോധിക്കാതെ, അതിനൊരു പരിഹാരം കാണാതെ, അതിൻ്റെ അറിവ് ലഭിക്കാതെ ഏതൊരു ചോദ്യത്തിനും ഉത്തരം ലഭിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം എന്താ? അത് ഐ എന്ന് പറഞ്ഞത് എപ്പോഴും അവിടെ നിലനിൽക്കും. ഈ ഐ ഉള്ളിടത്തോളം കാലം ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോഴുള്ള ചോദ്യം ഇതാണ്, ആത്മാവ് ശൂന്യമാണ്, ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. അതൊരു ചോദ്യമാണ് അല്ലേ. സപ്പോസ് ഇതിന് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുക, എല്ലാ പ്രശ്നങ്ങളും തീരുമോ? ഇല്ല. എന്താ കാരണം? ബിക്കോസ് യു ആർ ദെയർ. ആസ് ലോങ് ആസ് യു എക്സിസ്റ്റ്, ക്വസ്റ്റ്യൻസ് വിൽ കം. യു എന്ന് പറഞ്ഞാൽ ഈഗോ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിച്ചാൽ അടുത്ത ചോദ്യം വരും പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ അതിനുത്തരം കാണേണ്ടി വരും. അതിനുത്തരം കണ്ടു കഴിഞ്ഞാൽ തൽക്കാലം ഈ ഐ ശാന്തമാകും, വീണ്ടും പ്രാക്ടീസ് തുടങ്ങും. അപ്പോൾ അടുത്ത ചോദ്യം വരും. നമ്മൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചോദ്യകർത്താവ് ഉള്ളിടത്തോളം കാലം ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഒരു ഉത്തരവും നമ്മളെ സംബന്ധിച്ച് പരിഹാരമല്ല, കാരണം നമ്മളതിൻ്റെ സോഴ്സിലേക്ക് പോയിട്ടില്ല. യു ഹാവൻ ഫൗണ്ട് ആൻ ആൻസർ ടു യുവർ വെരി നേച്ചർ. അപ്പോൾ എന്താ ഇവിടെ വേണ്ടത്? ഈ ചോദ്യകർത്താവ് ഉണ്ടല്ലോ, ഈ ചോദ്യകർത്താവിനാണ് ശരിക്കും അഹം വൃത്തി എന്ന് പറയുന്നത്. ഞാൻ എന്ന വിചാരം, അതാണ് അഹങ്കാരം. മഹർഷി പറയുന്നു 25ാമത്തെ വേഴ്സിലുള്ളത് 40, ഗ്രാസ്പിംഗ് ഫോം ദ ഫോംലെസ് ഫാൻറ്റം ഈഗോ കംസ് ഇൻ ടു എക്സിസ്റ്റൻസ്. ഗ്രാസ്പിംഗ് ഫോം ഇറ്റ് സ്റ്റാൻഡ്സ്. Grasping and feeding on form, it grows abundantly. Leaving form, it grasps form. If it seeks, it will take flight. Investigate. ഫാൻറ്റം ഈഗോ എന്ന് പറയുന്നത്, അഹങ്കാരം എന്ന് പറയുന്നത് രൂപം ഇല്ലാത്ത പിശാചാണ് എന്നാണ്. ഓക്കെ, ഓരോ രൂപത്തെയും ഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഫാൻറ്റം ഈഗോ, രൂപമില്ലാത്ത പ്രേതം മുന്നോട്ട് വരുന്നത്. ഗ്രാസ്പിംഗ് ഫോം ഇറ്റ് സ്റ്റാൻഡ്സ്. രൂപത്തെ ഗ്രഹിച്ചുകൊണ്ട് അതവിടെ തന്നെ നിൽക്കുന്നു, എവിടെയും പോകാതെ നിൽക്കുകയാണ്. ഗ്രാസ്പിംഗ് ആൻഡ് ഫീഡിങ് ഓൺ ഫോം ഇറ്റ് ഗ്രോസ് അബണ്ടൻ്റ്ലി. ഈ രൂപത്തെ ഗ്രഹിച്ചുകൊണ്ട്, അത് ഭക്ഷിച്ചുകൊണ്ട് അത് വളരെ സമൃദ്ധമായി വളരുന്നു.
ലീവിങ് ഫോം ഇറ്റ് ഗ്രാസ്പ്സ് ഫോം. ഒരു രൂപം ഉപേക്ഷിച്ച് മറ്റൊരു രൂപത്തെ അത് ഗ്രഹിക്കുന്നു. നോക്കൂ, വീട്ടിലാണെങ്കിൽ പല രൂപങ്ങളുണ്ട് അല്ലേ, നമുക്ക് പല രൂപങ്ങളുണ്ട്. വീട്ടിലാണെങ്കിൽ അച്ഛൻ എന്ന രൂപമുണ്ട്, ആ നാമമുണ്ട്, അല്ലെങ്കിൽ അമ്മ, അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ മകൻ, അല്ലെങ്കിൽ മകൾ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഓഫീസിലെത്തി, കർമ്മരംഗായി. അവിടെ നിങ്ങളൊരു അധ്യാപകനായിരിക്കാം, അധ്യാപികയായിരിക്കാം, ഒരു ഡോക്ടറായിരിക്കാം, ഒരു വക്കീലായിരിക്കാം, ഓഫീസിലാണെങ്കിൽ ഒരു മാനേജറായിരിക്കാം, അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കാം, അല്ലെങ്കിൽ സാധാരണ ഒരു സ്റ്റാഫ് മെമ്പറായിരിക്കാം. എന്തൊക്കെ തന്നെയായാലും ഇതെല്ലാം ഒരു ഫോമാണ്. നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിലാണെങ്കിൽ അവിടെ നിങ്ങൾ പ്രസിഡൻ്റ് ആയിരിക്കാം, സെക്രട്ടറി ആയിരിക്കാം, ഒരു കമ്മിറ്റി മെമ്പറായിരിക്കാം. ഇത് വേറെ ഫോമാണ്. സി, ലീവിങ് ഫോം ഇറ്റ് ടേക്സ് അനദർ ഫോം. ഇത് വെയ്ക്കിങ്ങിലുള്ള അവസ്ഥയാണ്. ഇനിയിപ്പോൾ ഉറക്കത്തിലേക്ക് പോയാലോ, സ്വപ്നത്തിൽ വേറെ ഒന്നായി, അവിടെയും അത് സ്റ്റാൻഡ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ടേക്കിംഗ് അനദർ ഫോം. അപ്പോൾ ഇതിനെയൊക്കെ അന്വേഷിച്ച് ചെന്നാൽ മാത്രമേ അതില്ലാതെയാകുള്ളൂ. ഇഫ് ഇറ്റ് സീക്സ് ഇറ്റ് വിൽ ടേക്ക് ഫ്ലൈറ്റ്. നമ്മളതിനെ അന്വേഷിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അപ്രത്യക്ഷമാകും. അപ്പോൾ ഇവിടെ ചോദ്യം ഇതായിരുന്നല്ലോ, വെൻ ഐ ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ സെൽഫ് ഇൻ മൈ മൈൻഡ്, നോ ആൻസേഴ്സ് കം. Intellectually, I understand that the self is empty, but I don't know what more to do. ഇവിടെ നോക്കൂ, എത്ര ഐ ഉണ്ട് നോക്കൂ. വെൻ ഐ ആസ്ക് ക്വസ്റ്റ്യൻസ്, അവിടെ ഒരു ഐ വന്നു അല്ലേ, അബൌട്ട് ദ സെൽഫ് ഇൻ മൈ മൈൻഡ്, എൻ്റെ മനസ്സിൽ, നോ ആൻസേഴ്സ് കം. ഇൻ്റലക്ച്വലി ഐ അണ്ടർസ്റ്റാൻഡ്, അവിടെയും എനിക്ക് മനസ്സിലായി, ദാറ്റ് ദ സെൽഫ് ഇസ് എംപ്റ്റി, ബട്ട് ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല വാട്ട് മോർ ടു ഡു. 4 ഐ ഇവിടെ തന്നെ ഉണ്ടല്ലേ. ചോദ്യം എന്താ? ഇതാരാ ചോദിക്കുന്നത്? ഐ ആസ്ക് എന്ന് പറഞ്ഞല്ലോ, ആരാണ് ഈ ഐ? മൈ മൈൻഡ്, അങ്ങനെ ഒന്നുണ്ടോ? മൈ ഉണ്ടെങ്കിൽ മൈൻഡും ഉണ്ട്. ആ മൈ ആരാണ്? എൻ്റേത് എന്ന് പറഞ്ഞില്ലേ, എൻ്റെ മനസ്സ്. ആ എൻ്റെ എന്ന് പറഞ്ഞ ഞാൻ ആരാ? ഐ അണ്ടർസ്റ്റാൻഡ്, എന്ത് മനസ്സിലായി? എല്ലാം മനസ്സിലായി കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങളൊന്നും ഇല്ലല്ലോ. ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നത് തന്നെ ഈഗോ ആണ്. ആ ഈഗോനെ എന്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്താലും മഹർഷിനെ പറയുന്നുണ്ട് ഇഗ്നോറൻസ് ആണ്. ഈ ഈഗോ എന്തൊക്കെ തന്നെ പഠിച്ച് മനസ്സിലാക്കിയാലും അത് മുഴുവൻ എന്താണ്? ഇഗ്നോറൻസ് ആണ്. അതുകൊണ്ടാണ് ഒരു സാധനം മനസ്സിലായി എന്ന് പറഞ്ഞാൽ പിന്നൊരു സാധനം മനസ്സിലായില്ലെന്ന് പറയുന്നത്. ഐ അണ്ടർസ്റ്റാൻഡ് ദ സെൽഫ് ഇസ് എംപ്റ്റി, ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് മോർ ടു ഡു. അപ്പോൾ ഇതിനൊരിക്കലും പൂർണ്ണത വരില്ല. കാരണം പൂർണ്ണത ഇല്ലാത്ത ഒരു സാധനമാണ് ഈഗോ. ആ ഈഗോ തന്നെ തെറ്റായ ഒരു സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഞാൻ ശരീരമാണ് എന്നൊരു ചിന്തയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരാളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ചോദിക്കേണ്ടതാണ്, ഹൂ ഈസ് സെയിങ് ഓൾ ദിസ്? ആരാണിത് പറയുന്നത്? ഇനി എന്ത് ചെയ്യണം എന്നെനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ? ആർക്കറിയില്ല? ആർക്കാ എന്തെങ്കിലും ചെയ്യേണ്ടത്? എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? എല്ലാം ചെയ്യേണ്ടത് ഈഗോനാണ്. സെൽഫിനൊന്നും വേണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതന്വേഷിക്കണം. therefore we must ask, who am I? ഈ പല സ്ഥലങ്ങളിലൂടെയും ഞാൻ 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 എൻ്റേതെന്നൊക്കെ പറഞ്ഞില്ലേ? ഇത് ആരാ ചോദിക്കുന്നത്? ഈ ഈഗോന് എന്തെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് വല്ല കാര്യമുണ്ടോ? സപ്പോസ് ദ ഈഗോ റിയലൈസസ് വാട്ട് മോർ ഇസ് ടു ബി ഡൺ. എന്ത് കാര്യമാണ്? ആഫ്റ്റർ ഓൾ ഇറ്റ് ഇസ് ഈഗോ അല്ലേ? പുള്ളിക്കാരൻ അത്രേ പവറുള്ളൂ. പവറില്ലാത്തൊരാൾക്ക് പവർ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ വലിയ കാര്യമൊന്നുമില്ല. So all we have to do is extinguish that I, finish that ego. അതിനെ നീക്കം ചെയ്യണം. അതിനെ നീക്കം ചെയ്യാൻ എന്താ വേണ്ടത്? ഹൂ am I എന്ന വിചാരമാർഗം. അപ്പോൾ ശ്രദ്ധയെ എന്താ വേണ്ടത്? പുറമേയുള്ള വിഷയങ്ങളിൽ നിന്നും ചിന്തയിൽ നിന്നും തിരിച്ചു പിടിക്കണം. എന്നിട്ട് ഇതൊരു ചോദ്യമാണല്ലോ അല്ലേ? എനിക്കെന്തോ ചെയ്യണം, ഇനി എന്ത് ചെയ്യണം? സംതിങ് ഐ ഹാവ് ടു ഡു. ഇത് നമ്മുടെ ഭൗതികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ചോദിച്ചോളൂ. പക്ഷെ നമ്മൾ ആത്മവിചാരത്തിൽ വരുമ്പോൾ സിംപ്ലി ആസ്ക്. ഈ കാര്യങ്ങളിൽ നിന്നും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു ചിന്ത വരുന്നുണ്ടല്ലോ, അതൊരു വിഷയമാണ്. ആ വിഷയത്തിൽ നിന്നും ചിന്തയെ തിരിച്ചു പിടിക്കണം. എന്നിട്ട് ആരാണിത് ചോദിക്കുന്നത്? ഈ ഞാൻ എന്ന വിചാരമുണ്ടല്ലോ, അതിൻ്റെ ഉറവിടത്തിലേക്ക് പോകണം. അപ്പോൾ അതിനെ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. ഈ ചോദ്യങ്ങളെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ആർക്കാണ് ഇത് വന്നത് എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ആർക്കത് മനസ്സിലാക്കേണ്ടത്? എനിക്ക് എന്ന് വരും. അപ്പോൾ എന്താ വേണ്ടത്? ഞാൻ ആരാണെന്ന് വീണ്ടും ചോദിക്കണം. അങ്ങനെ ചോദിച്ചിട്ട് ഓരോ തവണയും നമ്മൾ തിരിഞ്ഞ് തിരിഞ്ഞ് ഉള്ളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കണം. ഈഗോ റൈസ് ചെയ്യുമ്പോൾ വീണ്ടും ചോദ്യങ്ങൾ വരും, പല പല ചിന്തകൾ വരും.
ചിന്തകൾ വരുമ്പോൾ വീണ്ടും ആർക്കാണ് ഈ ചിന്തയുണ്ടായത് നോക്കുമ്പോൾ തിരിയും. ഈ ചോദ്യത്തിലൂടെ നമ്മളൊരു പുതിയ ഉത്തരം കണ്ടെത്തുകയാണോ ചെയ്യുന്നത്? അല്ല. ചോദ്യകർത്താവിനെ അതിൻ്റെ ഉറവിടത്തിലേക്ക് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ. ഇതാണ് ഇതിൻ്റെ ബ്യൂട്ടി. ഹുവമായി പ്രോസസ്സ് ഒരിക്കലും ഒരു ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തുകയല്ല ചെയ്യുന്നത്. ഈ അനവധി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യകർത്താവ് അവിടെയുണ്ട്. ആ ചോദ്യകർത്താവിൻ്റെ ഉറവിടം ഉണ്ടല്ലോ, അതെന്താണ്? സെൽഫാണ്. ആ സെൽഫിലേക്ക് നമ്മൾ ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മഹർഷി പറഞ്ഞിട്ടുണ്ടല്ലോ, ലൈക്ക് ദ സ്റ്റിക്ക് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റിറിങ് ദ ബേണിംഗ് ഫയർ, ഇറ്റ് വിൽ ഇൻ ദി എൻഡ് ഗെറ്റ് ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞല്ലോ അല്ലേ. ആ ചിതയെ ഇളക്കാൻ ഉപയോഗിക്കുന്ന ആ കോലുണ്ടല്ലോ, അത് അവസാനം സ്വയം എരിഞ്ഞടങ്ങുന്നത് പോലെ ഞാൻ ആര് എന്ന് നിങ്ങൾ വിചാരം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലാ വിചാരങ്ങളെയും എല്ലാ ചിന്തകളെയും നശിപ്പിച്ച് അവസാനം സ്വയം ഇല്ലാതാകും ഈ ചോദ്യകർത്താവ്. അപ്പോൾ എന്ത് സംഭവിക്കും? ആത്മസാക്ഷാത്കാരം ഉണ്ടാകും എന്നാണ് ഹുവമായിൽ മഹർഷി പറയുന്നത്. ദെൻ ദെർ വിൽ അറൈസ് സെൽഫ് റിയലൈസേഷൻ. അപ്പോൾ ഈ ഒരു മാർഗം മാത്രമേ നമ്മുടെ മുമ്പിൽ ഉള്ളൂ. ചിലർക്ക് ഈ വിചാരം മനസ്സിലാകാൻ കുറച്ച് സമയമെടുക്കും, ശീലമില്ലാത്തത് കാരണം. അങ്ങനെ ഇതിനെപ്പറ്റി തീരെ മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് മഹർഷി പറയുന്നത് പല വഴികളുണ്ടല്ലേ. വേറെ 2 വഴി പറയുന്നുണ്ട്. ഒന്ന് ഭക്തി പറയുന്നുണ്ട്, പിന്നെ ശരണാഗതി പറയുന്നുണ്ട്. ഭക്തി ആൻഡ് സറണ്ടർ. പക്ഷേ മഹർഷിയുടെ ഒരു ദൃഷ്ടിയിൽ ശരിക്കും രണ്ടും ഒന്നാണ്. ശരണാഗതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈശ്വരനോട് കാര്യങ്ങൾ സാധിച്ചു തരാൻ പറയുന്നൊരു കാര്യമൊന്നുമല്ല. അതൊന്നും ശരണാഗതിയല്ല. ആ ഞാൻ അല്ലെങ്കിൽ എൻ്റേത് എന്ന ഭാവം പൂർണ്ണമായും സമർപ്പിക്കലാണ്. അങ്ങനൊരു സംഭവമില്ല. ആ സമർപ്പണമാണ് ശരിക്കും ശരിയായ സറണ്ടർ. അത് തന്നെയാണ് ഭക്തി. ഇപ്പം ഞാൻ ആണ് കർത്താവ്, ഐ ആം ദ ഡൂവർ എന്ന ബോധം കംപ്ലീറ്റ്ലി ഇല്ലാതെയാകുമ്പോൾ അവിടെ സറണ്ടർ നടന്നു, ഭക്തിയായി. ഓക്കെ, ഞാൻ ആര് എന്ന ഈ ഒരു പാത്താണ് ശരിക്കും ഡയറക്റ്റ് പാത്ത് എന്ന് പറയുന്നത്. മറ്റേത് വേറെ വഴിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു അന്വേഷണത്തിൽ അഹങ്കാരത്തിൻ്റെ ഉറവിടത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്നു. അപ്പോൾ ഏറ്റവും നല്ല ഉത്തമമായ വഴി എന്താണ്? ഹു ആം ഐ എന്ന പ്രോസസ്സ് തന്നെയാണ്. ഓൾ റൈറ്റ്.